ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധന ഹർജിയിൽ സുപ്രധാന തീരുമാനങ്ങളുമായി സുപ്രീം കോടതി ഏപ്രിൽ 7 മുതൽ വാദം കേൾക്കും. സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികൾ മാർച്ച് 14 മുൻപ് വാദങ്ങൾ എഴുതി നൽകണം. കേസിൽ മുതിർന്ന അഭിഭാഷകൻ കെ പരമേശ്വരനെ അമിക്കസ് ക്യൂറിയായി നിയമിച്ചു. പുനഃപരിശോധനാ ഹർജി നിലനിൽക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. 5 മതങ്ങളിലെ വിഷയങ്ങളാണ് 9-അംഗ ബെഞ്ച് പരിഗണിക്കുക. റഫറൻസിനുള്ള ചോദ്യങ്ങൾ സുപ്രീം കോടതി തയ്യാറാക്കും. വാദങ്ങൾ ക്രോഡീകരിക്കാൻ നോഡൽ അഭിഭാഷകരെയും കോടതി നിയോഗിച്ചു. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ശബരിമല യുവതീ പ്രവേശനത്തിലെ വിധിക്കെതിരായ പുനഃപരിശോധന ഹർജികളാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. അതിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായത്? ദിവ്യ, ശബരിമല കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുന്ന ഒരു കൃത്യമായ ഒരു സമയക്രമം പാലിക്കുകയാണ്, അത് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. ഇതിന് ആദ്യം ചെയ്യേണ്ടത് 9-അംഗ ബെഞ്ച് രൂപീകരിക്കുകയാണ്. 9-അംഗ ബെഞ്ച് ഉടൻ തന്നെ രൂപീകരിക്കും എന്നുള്ളൊരു കാര്യം ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. ഇതിനകം തന്നെ 67 പുനഃപരിശോധനാ ഹർജികളുണ്ട്. ഇതെല്ലാം വാദം കേൾക്കൽ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്, എല്ലാം ഒരുമിച്ച് കേൾക്കൽ. അതുകൊണ്ട് അഭിഭാഷകർ കൃത്യമായ വാദമുഖങ്ങൾ എഴുതി നൽകണം. മാർച്ച് 14 മുമ്പ് ഈ വാദമുഖങ്ങൾ അനുകൂലിക്കുന്നവരും, അതായത് സ്ത്രീ പ്രവേശനത്തെ, യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും രണ്ടു കൂട്ടരും കൃത്യമായി വാദമുഖങ്ങൾ എഴുതി നൽകണം. അത് മാർച്ച് 14 മുമ്പ് നടത്തിയിരിക്കണം. അതിനുശേഷം എതിർക്കുന്നവരുടെ വാദമാണ് ആദ്യം നടക്കുന്നത്. അത് ഏപ്രിൽ 7, 8, 9 തീയതികൾ നടക്കും. അതിനുശേഷം സ്ത്രീ പ്രവേശനത്തെ, യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് പിന്നീട് നടക്കുന്നത്. അത് 14, 15, 16 തീയതികളിലായിരിക്കും ആ വാദമുഖങ്ങൾ നടക്കുന്നത്. ഇതുകൂടാതെ അമിക്കസ് ക്യൂറിയായി നിയമിച്ചിരിക്കുന്ന അഭിഭാഷകൻ, മുതിർന്ന അഭിഭാഷകൻ, അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ ഉന്നയിക്കാനുള്ള സമയമാണ്. അത് 21, 22 തീയതികളിലാണ് ആ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത്. ഈ വാദമുഖങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഹർജിക്കാർക്ക് എന്തെങ്കിലും അധികമായി പറയാനുണ്ടെങ്കിൽ അതുകൂടി സുപ്രീം കോടതിയിൽ പറയാൻ കഴിയും. പക്ഷേ എന്ത് വന്നാലും 22-ന് അപ്പുറം വാദം പോവില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയാക്കുക. ശരി സുമോദ്, ഇതിലിപ്പോൾ സംസ്ഥാന സർക്കാർ, കേരള സർക്കാരിനെ വെച്ച് നോക്കുമ്പോൾ മാർച്ച് 14 മുൻപായി സർക്കാരിന്റെ ഒരു നിലപാടും ഇക്കാര്യത്തിൽ അറിയിക്കേണ്ടതില്ലേ? അതായത് ഈ കേരള സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികൾ അവരുടെ വാദം നടത്തുന്നത് 14, 15, 16 തീയതികളിലാണ്. ഈ തീയതികളിലാണ് അവർക്ക് കൃത്യമായി വാദങ്ങൾ അറിയിക്കേണ്ടത്. ഈ വാദം നേരത്തെയുള്ള വാദങ്ങളിൽ, അതായത് യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് CPM-ഉം സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഇതേ വാദം തന്നെയാണോ സുപ്രീം കോടതിയിൽ 2018 വിധിക്ക് കാരണമായ വാദം? കേരള സർക്കാരിൻ്റെ ഈ ഒരു വാദം തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ വാദം തന്നെയാണോ, ആ വാദത്തിൽ ഉറച്ചാണോ ഇനി സംസ്ഥാന സർക്കാർ നിലനിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അറിയേണ്ടത്. ഇന്ന് സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനായ ജയദീപ് ഗുപ്ത പറഞ്ഞത്, പുനഃപരിശോധനാ ഹർജികളെ എതിർക്കുന്ന രീതിയാണ് ഇതുവരെ ഞങ്ങൾ തുറന്നിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇനി വാദം വരുമ്പോൾ വേണമെങ്കിൽ നിലപാട് മാറ്റാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അതുകൊണ്ട് CPM-നും സംസ്ഥാന സർക്കാരിനെയും ഏറെ നിർണായകമായിട്ടുള്ള ഒരു വാദമാണ് 14, 15, 16 തീയതികളിൽ ഏപ്രിൽ മാസത്തിൽ സുപ്രീം കോടതിയിൽ നടക്കുക. സുമോദ്, ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടും എന്തായിരുന്നു? പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നുവെന്നായിരുന്നില്ലേ ഇന്ന്? അതായത് ഈ യുവതി പ്രവേശനം ഉണ്ടാകുന്ന സമയത്ത് ഇത് വേണമോ അതോ വേണ്ട എന്നുള്ള നിലപാടാണോ, അങ്ങനെ ഒരു കൃത്യമായ ഒരു നിലപാട് നേരത്തെ 2018 മുമ്പ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നൊരു നിലപാട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടില്ല. കാരണം ഇന്ന് തുഷാർ മേത്തയാണ് ഹാജരായത്. സോളിസിറ്റർ ജനറലാണ് അഭിഭാഷക രംഗത്തെ, സർക്കാരിൻ്റെ അഭിഭാഷകരിൽ 2ാമത്തെ ആളാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. അദ്ദേഹം വന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പുനഃപരിശോധനാ ഹർജിയെ പിന്തുണക്കുന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് 2018 ശബരിമലയിലെ യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള വിധിയെ എതിർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള പുനഃപരിശോധനാ ഹർജികളെ അനുകൂലിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചത്. ശരി, ഇതിൽ നോഡൽ അഭിഭാഷകരെ എന്തിനാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് കോടതി? ധനസുമോദ്,
ദിവ്യ, ഈ ശബരിമല പോലത്തെ ഒരു കേസ് എന്ന് പറയുമ്പോൾ തന്നെ 67 പുനഃപരിശോധനാ ഹർജികൾ മാത്രമാണുള്ളത്. മറ്റ് സംസ്ഥാന സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്, ദേവസ്വം ബോർഡുണ്ട്. അങ്ങനെ വിവിധ വാദമുഖങ്ങളാണ് ഇതിൽ ഉന്നയിക്കാവുന്നത്, വിവിധ ഹർജികളാണ് ഉള്ളത്. ഇപ്പോൾ ഇതിനെ എതിർക്കുന്നവരാണെങ്കിൽ, ആചാര സംരക്ഷണത്തിൻ്റെ ആളുകൾ, ആ തരത്തിലുള്ള ഹർജിക്കാരാണെങ്കിൽ അവർക്ക് ഈ 67 പേർക്കും അവരുടെ ആവശ്യങ്ങൾ, ഒരു 95% ആവശ്യങ്ങളും ഒരേ ആവശ്യങ്ങൾ തന്നെയായിരിക്കും ഈ ഹർജിയിൽ ഉണ്ടാകുന്നത്. അതായത് 2018 സെപ്റ്റംബർ 28 ഈ വിധിയെ തങ്ങൾ എതിർക്കുന്നു. അത് ആചാരത്തിൻ്റെ സംരക്ഷിക്കാനുള്ള ഭരണഘടന ഉറപ്പ് നൽകുന്ന 25-ാം വകുപ്പ് പ്രകാരം ഉറപ്പ് നൽകുന്ന ആ തരത്തിലുള്ള അവകാശത്തിന് എതിരാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും ഹർജികൾ വരുമ്പോൾ അത് ആവർത്തനത്തിനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അഭിഭാഷകൻ്റെ അടുത്താണ്, ഈ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ്റെ അടുത്താണ്, ഈ മലയാളിയായ അഭിഭാഷകൻ്റെ അടുത്താണ് എല്ലാ കക്ഷികളും അവരുടെ വാദമുഖങ്ങൾ കൃത്യമായി എഴുതി നൽകുന്നത്. ഈ വാദമുഖങ്ങൾ കൃത്യമായി എഴുതി നൽകിയുള്ള ഗുണം എന്ന് പറയുന്നത് തന്നെ സുപ്രീം കോടതിക്ക് കൂടുതൽ സമയം ഇതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരില്ല. ഒരു കാര്യം തന്നെ പല തവണ പല അഭിഭാഷകർ വാദിക്കേണ്ടി വരില്ല. കുറേ കൂടി കൃത്യതയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ നോഡൽ അഭിഭാഷകനെ സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്നത്.